പക്ഷേ ഈ റെയ്ഡ് ഏതെങ്കിലും ഘട്ടത്തിൽ ചോർന്നു എന്നൊരു തോന്നലുണ്ടോ? ഈ റെയ്ഡ് ഏതെങ്കിലും ഘട്ടത്തിൽ അല്ല, അതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമല്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭരണകൂട സംവിധാനത്തിന് ഇനി നിങ്ങളെ ഭരണകൂടം എന്താണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. അതിന് വേണ്ടല്ലോ അതിനെ വെറുതെ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണമല്ലേ, ശുക്രദശയിലും പോയില്ലേ, നേരത്തെ ഇന്നലെ ആരോ പറഞ്ഞ പോലെ ദശ മാറിയില്ലേ. അവർ വിചാരിച്ചത് ഇപ്പം ചില പത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് പിന്തുണ നൽകുന്നത്, വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചാലും യാതൊരു പ്രശ്നമില്ല. ശരിയായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിരന്തരം കളവ് പറയേണ്ടി വന്നിട്ടുണ്ട്. കളവ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആവർത്തിക്കല്ലാണ്ട് വേറെ വഴിയില്ല ആ കാര്യത്തിൽ. അല്ല, പണം കണ്ടെത്തിക്കൊള്ളണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കാരണം അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് തടയാനാണ്. അത് തടയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടൊരു ഇടപെടലാണ് നടത്തിയത്. അല്ലാണ്ട് പണം ഇപ്പോൾ അതിൻ്റെ അത് മുഴുവൻ പണം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിന് പോയല്ലോ, പലതും പോയല്ലോ. അത് ഞാൻ ഒരു തിരിച്ചടി ഉണ്ടാവില്ല. തിരിച്ചടി കോൺഗ്രസിനാണ്. പോരെ, അങ്ങനെയാണ് പല അഭിപ്രായം. അതെ, അത് നാടകവും കൂടി ചേർന്നതാണ്. പോരെ, അതും കൂടി ചേർന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഷാഫി തന്നെ. പിന്നെ ആര് വേറെ. ഈ കള്ളപ്പണത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ടൊരു ഉറവിടം എന്ന് പറയുന്നത് ഞാൻ പറയാണ്ട് തന്നെ BJPയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് പേര് പറഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ലോ. ഒരു 4 കോടി ഉറുപ്പിയുടെ കൈപ്പറ്റലുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെയാണല്ലോ വിശദീകരിച്ചത്. അത് BJPയുടെ അദ്ദേഹത്തിൻ്റെ തന്നെ പണം ഇടപാട് ചെയ്യുന്ന ആൾ ധർമ്മരാജനെ പറ്റി തന്നെയാണല്ലോ പറഞ്ഞത്. ഞാനറിയില്ല. അറിയില്ല. മന്ത്രിക്ക് SP-നെ വിളിക്കുകയൊക്കെ ചെയ്യാലോ. മന്ത്രിയല്ലേ, അതെല്ലാം ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അതുകൊണ്ട് പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ട് വിളിക്കാൻ പാടില്ലെന്നാ, കാണാൻ പാടില്ലെന്നാ ആരെ പറഞ്ഞ? അങ്ങനെ ഏത് പെരുമാറ്റച്ചട്ടത്തിലാണ്? നിങ്ങളിങ്ങനെ വെറുതെ ഇല്ലാതെ പെരുമാറ്റച്ചട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു മന്ത്രിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സംഭവം ഉണ്ടായാൽ തിരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റേ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാൻ പാടില്ലെന്ന് ഏത് പെരുമാറ്റച്ചട്ടത്തിലാണ്? തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ പിന്നിൽ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടെത്തട്ടെ. കലക്കിയിട്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മുഴുവൻ കലക്കിയില്ലാന്ന് പറഞ്ഞത്. കലങ്ങ ഏത് പ്രതിഷേധം? അതെല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പം ആളിപ്പം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പെട്ടിയിലല്ലേ. അത് രാഹുൽ കയറിപ്പോയ വാഹനവും പെട്ടി കയറ്റിയ വാഹനമെല്ലാം വേറെയാണ് എന്ന് വന്നതോടുകൂടി ചിത്രം മാറിയില്ലേ. അതുകൊണ്ട് കള്ളപ്പണം ഒഴുക്കാൻ പാടില്ല. അത്രയാ. അതാ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടിന്നൊന്നും കിട്ടാത്തത് എന്നൊരു അഭിപ്രായമുണ്ടോ? ആർക്ക്? കള്ളപ്പണം കിട്ടിയിട്ടില്ല അങ്ങനെ അഭിപ്രായം ഉണ്ടോ? പോലീസ് ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കള്ളപ്പണം കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെറുതെ ഒരു തെരച്ചിൽ മാത്രമായി മാറിയില്ലേ? അല്ല, അത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണല്ലോ ഉണ്ടായത്, പ്രതിരോധമാണ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ പോലീസുകാർ പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ എല്ലാം പരിശോധിക്കുമായിരുന്നല്ലോ. കോൺഗ്രസിനായിരുന്നു ഇത് റെയ്ഡ് തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പരിശോധന നടത്താൻ പാടില്ല എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നത്. ഞങ്ങൾക്കുണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം അവർ പരിശോധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തുടർന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് ഒരു തരത്തിലും ഇത് കാണാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ്. റെയ്ഡ് പ്രതിപക്ഷം എടുത്ത നിലപാടാണ്. അവരാണ് ചെയ്തിട്ടുള്ളത്. സന്ദീപ് വാര്യർ മാത്രമല്ല, നിരവധിയായ ആളുകൾ ഇവരെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും മാറ്റം വരും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമല്ല.